ഹലോ എവരിവൺ. അപ്പം കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു ഇന്ത്യൻ സ്റ്റോറിലാണോ പോകണേ? ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ദീപാവലി പ്രമാണിച്ച് ഇവിടെ ഒരു പോട്ട്ലക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കുറച്ച് ഡിഷസ് ഉണ്ടാക്കിക്കൊണ്ട് പോകണം, ഇന്ത്യൻ ഡിഷസ്. അതുപോലെ തന്നെ എല്ലാവരും കൊണ്ടുവരും. അപ്പം കുറച്ച് ഇന്ത്യൻസൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാം. നമ്മൾ പുതിയ സിറ്റിയിലാണ്, അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പം ഇനി കടയിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഇവിടെ എവിടെ നോക്കിയാലും മലകളാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. നമ്മൾ ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പള്ളിയുടെ മണി അടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടാവും. ഇലയൊക്കെ വീട് അലമ്പായി കിടക്കുകയാണെങ്കിലേ മഞ്ഞ കളറായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. തണുപ്പുണ്ട്. നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തതാട്ടോ. ഇതെന്തോ വൈൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഈ ഷോപ്പിലാണ് കേട്ടോ നമ്മൾ കയറുന്നത്. ഇത് അൽദിയുടെ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ഇത് സെപ്പറേറ്റ് വേറൊരു ഷോപ്പാണ്. ഇന്ത്യൻ സ്റ്റോർ വരെ നമ്മൾ നടന്നില്ല. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഇവിടെ കയറാമെന്ന് വെച്ചു. അപ്പം നമുക്ക് ആ സ്റ്റോറിൽ നിന്ന് നമുക്ക് വേണ്ട കടലപ്പൊടി കിട്ടിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇന്ത്യൻ സ്റ്റോറിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമുക്ക് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഒരു ഷോർട്ട് കട്ടാട്ടോ. ഇത് കയറി നമ്മൾ പൊളിച്ചെന്ന് കുറച്ച് നടന്നാൽ മതി, അപ്പോൾ തന്നെ നമ്മളുടെ വീടാവും. അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല. ഹലോ. അപ്പം ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വന്നിട്ട് പിന്നെ എല്ലാം സടപടയെന്നായിരുന്നു. അതുകൊണ്ട് പിന്നീടുള്ള അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ കേസരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ബജി ഉണ്ടാക്കണം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു തരാം. അപ്പം ഞാൻ ബജിയുടെ പരിപാടിയിലേക്ക് കടന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റെസിപ്പി അങ്ങനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലിയ ഷേപ്പൊന്നും ഇല്ലാത്ത ബജിയാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും ബാച്ച് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എണ്ണയൊക്കെ തെറിച്ച് കിടപ്പുണ്ട്. അപ്പം സംഭവം എന്താ വെച്ചാൽ ഇത്രയും വലിയ മുളകാണ് എനിക്ക് കിട്ടിയത്. ഇതിവിടുത്തെ ടർക്കിഷ് സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാനിത് രണ്ടാക്കിയിട്ടാണ് നമ്മുടെ പോലത്തെ മുളക് ബജി ആക്കിയത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുതാണ്. അപ്പോൾ എനിക്കറിയില്ല ഇത് കറക്റ്റ് മുളകാണോന്ന്, പക്ഷെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതന്നെ പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ടു. അപ്പം അതൊക്കെയാണ് പരിപാടി. അപ്പം ഞാൻ നേരത്തെ കാണിച്ചതിന് പിന്നെയും ഒരു മയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഓക്കെ, ഇങ്ങനെയായിരുന്നു മിക്കതും ഇരുന്നിരുന്നത്. നല്ല തടി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ മുളക് ബജിയൊക്കെ ഇത്രയും തടിയായിപ്പോയത്. അപ്പം ഏകദേശം കണ്ടിട്ട് എനിക്ക് പഴംപൊരി പോലെയൊക്കെ തോന്നുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പം പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തി ഉണ്ട്. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ കേസരി റെഡി ആയിട്ടുണ്ട്. മുന്തിരി കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. ഇതൊന്ന് മലർത്തിയടിയണം, അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ വരുന്നതാണ് എൻ്റെ ഒരു ഊഹം.
പിന്നെന്താ, നമ്മുടെ ബജിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെന്ന കാണുന്നുണ്ടല്ലേ. അപ്പം ഇവിടെ പക്ഷേ ഓൾറെഡി ഇവിടെ ഇപ്പം ഇരുട്ടായി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. കണ്ടോ, ഒരു ഇരുട്ടായി. നമ്മുടെ പരിപാടി ഒരു 6 മണിയാകുമ്പോഴാണ്. അപ്പോൾ ഒരു 5 മണിക്കെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ 4:30 കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങും. അപ്പോൾ ഇനി പോണ വഴിക്ക് കാണാം. കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ജസ്റ്റ് എന്താ നോക്കട്ടെ. അവിടെ എവിടെയാണ് കേൾക്കുന്നത്? ആ ഇരിക്കുന്ന കക്ഷിയാണെന്നാണ് തോന്നുന്നത്. കണ്ടോ, കാക്കയാണോ അത്? കാക്കയാണെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം ഇവിടെ കാക്കേനെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ കാണാറില്ല. എൻ്റെ ഇടയിലൊരു ഗാർഡൻ പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര അലമ്പായിട്ട് കിടക്കുകയാണ്. കാരണം ഇപ്പോൾ ഫുള്ള് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പം ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് വളരെ അലമ്പായി കിടക്കുകയാണ്. അങ്ങനെ നമ്മളിതാ വേഗം ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ഒരുവിധം ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പാചകവും എല്ലാം കൂടെ കഴിഞ്ഞപ്പം. പിന്നെ ഇന്ത്യൻ ഡ്രസ്സൊന്നും ഇട്ടില്ല. കാരണം ഞാൻ ഇന്ത്യൻ ഡ്രസ്സും സമ്മർ ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. കാരണം ഇപ്പം നമുക്ക് വിൻ്റർ ഡ്രസ്സ് മാത്രം മതിയല്ലോ. അപ്പോൾ എന്താ, ചേട്ടൻ ഫോട്ടോ ആണെന്ന് വെച്ചാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എസ്പാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കേട്ടോ. അപ്പം നമ്മൾ കയറി ജസ്റ്റ് എന്നിട്ട് ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. മോൻ്റെ സ്റ്റിക്ക് കാണിച്ചേ. മോന് ഉദ്ദേശിച്ചത് ചോളിയൊക്കെയാണ്, മറ്റേ ലാച്ച. അതിൻ്റെ ഉള്ളിൽ തെർമൽസ് ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ കൗണ്ടർ. ആൻഡ് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് ഇവിടെ സ്പ്രെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും ഒരു ടെൻ്റ് ഉണ്ട്. empty vessel. यही है जो है मैडम 4 लोग पीछे से लेके आते हैं
അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ 11 ആയിട്ടുണ്ട്. തൊണ്ടൊക്കെ പോയി തുടങ്ങി. നല്ല തണുപ്പത്തുനിന്ന് തുള്ളലായിരുന്നു. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ചീസ്.